പല കേസ് അന്വേഷണത്തിനും പോകുമ്പോൾ പോലീസുകാരെന്നെ പറയും വെള്ളത്തിൽ കൂടെ പുഴയിൽ കൂടി ഒഴുകി വരുന്ന മൃതശരീരങ്ങൾ അവർ കപ്പോട്ട് കുത്തി അടുത്ത പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലേക്ക് വിടുന്നത്. അതുപോലെയാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും, അവർ തീരുമാനിക്കേണ്ട കേസ് എടുക്കാത്ത വേറിട്ടോ ഇല്ല. ഒരു സ്ത്രീയെ ചുട്ടുകൊല്ലുമ്പോൾ പരസ്യമായിട്ട് പറഞ്ഞതിന് ശേഷം അതിൽ യാതൊരു കേസും ഇല്ല. ഞാനൊരു പൗരൻ, എനിക്കിവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാനും ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ കൗൺസിലർ എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കാനും എനിക്ക് അവകാശം. ഞങ്ങളുടെ ഭൂമിയാണ് കാട്ടിനുള്ളിലൊരു സ്ഥലത്ത് ആദിവാസി സ്ത്രീ എന്റെ വീടൊക്കെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ലക്ഷ്യത്തിന്റെ കണ്ട് എനിക്ക് തന്നെ വേണ്ടിയാ തോന്നുന്നത്. അപ്പൊ അത് പറയാൻ ഞാൻ എന്ത് ചെയ്യാനാ? എറണാകുളം സൗത്ത് ഡിവിഷൻ കൗൺസിലറായ പത്മജ എസ് മേനോൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ തന്നിരുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പോരാട്ട നായികയായിട്ടാണ് അവർ മടങ്ങിപ്പോയത്. എന്നാൽ ഇപ്പോൾ അവർ വളരെ വിഷമത്തോടു കൂടി വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു. അതിന് കാരണം അവരുടെ മണ്ഡലത്തിൽ നടന്ന ഒരു അനധികൃത തട്ടുകടയ്ക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ അവർ കൊടുത്ത പരാതി പോലീസിൽ നിന്നും ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമസ്കാരം. എന്താണ് ഇപ്പോൾ പത്മജ എസ് മേനോന് സംഭവിച്ചിട്ടുള്ളത്? അതായത് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലേ? ഇല്ല. അതായത് വളരെ അത്ഭുതം തോന്നുന്നു. ഞങ്ങളടുത്ത് മൊഴി എടുത്തത് മോളി മാഡം എന്ന് പറഞ്ഞിട്ടൊരു SI ആണ് മൊഴി എടുത്തത്. ഏത് പോലീസ് സ്റ്റേഷനാണോ? സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് CSRനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഒരു നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയില്ല. എന്തായാലും മോളി മാഡത്തിൻ്റെ അടുത്ത് ഞാൻ മൊഴി കൊടുത്തു. അതിന് മാഡം പറഞ്ഞു FIRൻ്റെ കോപ്പി കിട്ടുമെന്ന് പറഞ്ഞു. 10 ദിവസമായിട്ടും കഴിഞ്ഞ 14-ാം തീയതിയാണ് കൊടുത്തത്. ഇന്നേക്ക് 26 ആയല്ലോ. അപ്പം ഞാൻ എന്തായാലും നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം. എൻ്റെ സഹപ്രവർത്തകർക്കും നമ്മളിങ്ങനെ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും, നമുക്ക് നമ്പർ കിട്ടണ്ടേ, രണ്ട് വെറുതെ അടിച്ചു നോക്കിയാൽ പറ്റും. എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു. അവിടെ ചെന്ന് താഴെ ഇരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മജേഷ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്ന ഒരു ഓഫീസറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇതിൻ്റെയൊക്കെ കോപ്പി. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഈ നാട്ടുകാരനേ അല്ല. FIRോ DYFIയോ അതെന്തൊരു പരിപാടി? അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കാൻ അദ്ദേഹം പറയാം അതൊക്കെ സുവമോട്ടോ കേസ്, അതിലൊരു ക്രിമിനൽ ഇതൊന്നുമില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവരെന്തൊക്കെയാണ് പറഞ്ഞത്? ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിക്കണോ? എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഇടിച്ച് തമ്പോറാക്കിയതല്ലേ അതിൻ്റെ കാര്യങ്ങൾ. അദ്ദേഹത്തെ ഒരു വിജിലൻസ് ഓഫീസർ വിളിക്കുകയും ചെയ്തു. ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ നോക്കിയിട്ട് ആക്കുന്ന വിജിലൻസ് ഓഫീസർ വിളിച്ചു. ഞാൻ ഈ നമ്പർ ശരിയാണോ എന്നറിയാൻ CA അനീഷ് സാറിൻ്റെ അടുത്തോടൊപ്പം അദ്ദേഹം ആ നമ്പറിൽ വിളിച്ചപ്പോൾ പറഞ്ഞു വിജിലൻസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസറാണ് ആൻ്റണി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പം നടന്ന കാര്യമാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം ഈ മജീഷ് എന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെ FIR കിട്ടൂല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കേസ് എടുക്കാൻ പറ്റിയ കാര്യമുണ്ടോ എന്നറിയില്ല. നമ്മൾ വാട്ട് നോൺസെൻസ്. ഒരു കൗൺസിലർ വന്നിട്ട് എനിക്കെതിരെ കൊല്ലും തിന്നും, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം, എൻ്റെ വീടിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ തമാശയ്ക്ക് നിങ്ങളുടെ ജോലി സമയത്തിനെ കുറിച്ച് വില എനിക്കറിയാം, അപ്പോൾ അത് നിങ്ങൾക്കൊരു രസമായിട്ടാണോ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൊഴി എടുത്ത മാഡത്തിനെ ഞാൻ വിളിച്ചു. ഉടനെ ഞാൻ ഇവിടെ ഉണ്ട്, ഇപ്പോൾ തന്നെ വരാമെന്നുണ്ട്. ഷീ സച്ച് നൈസ് വുമൺ. ശരിക്കും പറയുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കുറേ ലേഡി ഓഫീസേഴ്സിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഈ പുരുഷന്മാർക്കെല്ലാം ഒരു തമാശയാണ്. നേരത്തെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ സമ്മതിക്കണം. നേരത്തെ ആരോ ഒരു ഇപ്പം നമ്മുടെ അമ്മയുടെ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, സ്ത്രീകളുടെ ഹേമ കമ്മീഷൻ്റെ, അതൊരു ലേഡി പറയുന്നുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇപ്പോൾ തൊട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? മാനസികമായ പീഡനത്തിനെ കുറിച്ച് ഇവർ ബോധമില്ല. തൊട്ടാൽ മാത്രമേ ചാരിത്രം പോവുള്ളൂ. പക്ഷേ മനസ്സിനേക്കുന്ന പീഡനമാണ് ഏറ്റവും വലിയ പീഡനം. ഞാൻ എന്തുമാത്രം അന്ന് മെൻ്റലി ടോർമെൻറ്റഡ് ആയിരുന്നു, ടോർച്ചേർഡ് ആയിരുന്നു. ഞാൻ തനിച്ചൊരു സ്ത്രീ DYFIക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്, അവരുടെ അടുത്തുനിന്ന് ഫൈറ്റ് ചെയ്തു. ഞാൻ കാരണം അടികൊണ്ട് വീണ ഒരാളെ തനിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി മെഡിക്കൽ പ്രൊഡക്റ്റിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം ജീവഭയം കൊണ്ട്. ഇന്നലെയും അദ്ദേഹം വിളിച്ചു ഈസ് നോട്ട് ഓക്കെ, കേസ് തന്നെ രജിസ്റ്റർ ചെയ്താലോ എന്നുള്ള ആലോചനയിലാണ്. തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ മാഡം വന്നു. അപ്പോൾ മാഡം പറഞ്ഞു അത് കേസ് വേണോ വേണ്ട. അപ്പോൾ അവർ കുറേ തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ മജേഷ് സാറും മോളി മാഡം. അതായത് എറണാകുളത്തെ ഒരു സിറ്റിയിൽ ഒരു വനിതാ കൗൺസിലർ പരസ്യമായി വന്ന് അവിടുത്തെ ഗുണ്ടകൾ വന്ന് പച്ചത്തെറി വിളിച്ചു പറയുന്നു, അവിടെ നടന്നുകൊണ്ടിരിക്കുക, അവിടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതെ കൊല്ലുമെന്ന് പറഞ്ഞു. അതോടൊപ്പം അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളെ അടിച്ച് ശരിയാക്കി. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും യാതൊരു FIRും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ
മെറിറ്റ് ഉണ്ടോ എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസ് എടുക്കാൻ അതിന് മെറിറ്റ് ഉണ്ടോ എന്ന്. അത് അവർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു അനീഷ് എന്നാണ് പേര് പറഞ്ഞത്, അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. 10 ദിവസമായിട്ട് അദ്ദേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ്സ് ആണല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ. അദ്ദേഹത്തിന് ആർക്കെതിരെ കേസ് എടുക്കാൻ പറ്റും? ഈ DYFI നേതാക്കന്മാർക്ക്. അവർ ആ ലൈവ് വീഡിയോസിൽ നമുക്ക് ഞാൻ ഇതാണ് പ്രസിഡന്റാണ്, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എന്നൊക്കെ എന്തൊരു ഇതോട് ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. ആർക്കെതിരെ ഇവർ കേസെടുക്കും? അപ്പം ഞാൻ പറയുന്നത് എന്നെ പോലെ ഡിവിഷൻ 62 എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൗൺസിലിൻ്റെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിൽ നല്ല ചുമതലയിരിക്കുന്ന ഒരു വ്യക്തിയുടെ, അത് മാത്രമല്ല ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന എൻ്റെ ഒരു കേസ് അവർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇത്രയും സമയം എടുക്കണം. ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംഭവം. തീർച്ചയായിട്ടും നിങ്ങൾ ഫൈറ്റ് ചെയ്യാണ് ഞാൻ ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ജി കേട്ടിട്ടുണ്ടാവും, ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, താങ്കളായിരുന്നു. നമ്മൾ ഈ പല കേസ് അന്വേഷണത്തിനും പോകുമ്പോൾ പോലീസുകാർ തന്നെ പറയും, വെള്ളത്തിൽ കൂടെ പുഴയിൽ കൂടി ഒഴുകി വരുന്ന മൃതശരീരങ്ങൾ അവർ കമ്പൗണ്ട് കുത്തി അടുത്ത പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലേക്ക് വിടുന്നു. അതുപോലെയായിരുന്നു ഇന്നത്തെ എൻ്റെ അവസ്ഥ. മോളിൽ പോണു, താഴെ പോണു, ആ ഓഫീസിൽ പോണു, ഈ ഓഫീസിൽ പോണു. ഞാൻ ചോദിച്ചു, ആ അവസ്ഥയിലാണോ ഞാൻ? ഒഴുകി നടക്കുകയാണോ? നിങ്ങൾ എന്താണ്? കൃത്യമായൊരു മറുപടി തരൂ. നിങ്ങൾ കേസ് എടുക്കോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു പേടിയില്ല. ഞാൻ അടുത്ത ലെവലിലേക്ക് പോകും. ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അവർ തീരുമാനിക്കട്ടെ ഇതിൽ കേസ് എടുക്കാനുള്ള മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരു സ്ത്രീയെ ചുട്ടുകൊല്ലുന്ന പരസ്യമായിട്ട് പറഞ്ഞതിന് ശേഷം അതിൽ യാതൊരു കേസും ഇല്ലേ? ഇതൊരു സുവമോട്ടോ കേസിലാ, മുഖം മാറ്റരുത്. ഇതെന്താ ക്രിമിനൽ ആക്ടിവിറ്റി? ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഇടിച്ചാൽ മാത്രമേ ക്രൈം ആവുള്ളൂ, കുത്തിയാൽ മാത്രമേ ക്രൈം ആവുള്ളൂ. അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടില് അവരെ ഗുണ്ടകൾക്ക്, DYFI ഗുണ്ടകൾക്ക് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ചോരയുടെ ഇത് കണ്ട് ഇത് തീർന്നവരാ. അല്ല, പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഡ്യൂട്ടി പോലീസ് കൃത്യമായി കേസ് എടുക്കാന്നുള്ളതാണ്. എന്നാൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അവരെ ഗുണ്ടകൾ അഴിഞ്ഞാടിയാലും അവർക്കാണ് നീ സംരക്ഷണം നൽകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. അവർക്ക് എന്ത് വേണം തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. APPക്ക് കേസ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. എന്താ ഉള്ള കുട്ടിയോ? രാത്രി 10:30 മണിക്ക് പോയിട്ടാണ് അവിടെ കേസ് കൊടുത്തത്. ഒരു കാര്യമില്ല, അതിലൊരു പ്രസക്തി ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ ഞാനും ഒരു പരാതി കൊടുത്ത സംഭവം നടന്നത് എത്ര ദിവസമായി? ഇപ്പം സംഭവം നടന്നത് 11-ാം തീയതി, ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. അത് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി നമ്മൾ കൊടുത്തു. 14-ാം തീയതിയാണ് നമ്മൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്, മാഡം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദിവസം എത്ര കഴിഞ്ഞു? 12 ദിവസം കഴിഞ്ഞില്ലേ? ഇതിന് കേസിന് വേണോ വേണ്ടിയോ എന്ന് ഇപ്പോഴാണ് അവർ ആലോചിച്ച് കിട്ടിയിട്ടില്ല എന്നും മറുപടി എന്താണ് വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുകയാണ്. അതിൽ മെറിറ്റ് ഉണ്ടോ, ഡസ് ദിസ് കേസ് വാറന്റ് ഒരു പ്രൊസീജിയർ ആവശ്യമുണ്ടോ, അതോ കൊട്ടയിലേക്ക് തള്ളണോ എന്ന് അവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ലളിതകുമാരി വേഴ്സ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രത്യേകിച്ചുള്ള പരാതികൾ 24 hours FIR ഇട്ടിരിക്കണം എന്നുള്ള കൃത്യമായ സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി ഉണ്ടാകുമ്പോൾ അത് ലംഘിക്കാൻ യാതൊരു കാരണവശാലും. കേരളം ഭരിക്കുന്നവരാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. കേരളം മുഴുവനും ഞങ്ങൾ നിയമലംഘനം നടത്തും. ആരുണ്ട് അവിടെ ചോദിക്കാൻ? പോലീസ് ഓഫീസറോട് ചോദിച്ച വീഡിയോ എൻ്റെ അടുത്തുണ്ടല്ലോ. പോലീസ് ഓഫീസറിന് ഇത് ഇല്ലീഗൽ അല്ലേ എന്ന് പറയുമ്പോൾ കേരളം ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണെങ്കിൽ കേരളം മുഴുവനും ഞങ്ങൾ ഇല്ലീഗൽ പ്രവർത്തനം നടത്തും. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടോ, എൻ്റെ സഹപ്രവർത്തകനെ തനിച്ചെവിടെയും വിടൂല. 2 വീലർ കയറാൻ പാടില്ല, അവരുടെ ഓർഡറാണ്. എൻ്റെ സഹപ്രവർത്തകൻ്റെ കാറിലാണെങ്കിൽ ആരെങ്കിലും വരും, തനിച്ചയക്കൂല. പക്ഷെ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഞാനൊരു പൗരനല്ലേ? എനിക്കിവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാനും ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കാനും എനിക്ക് അവകാശമില്ല. ഇന്നിപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും കൂടെ നിന്ന് ആ പുരുഷൻ സിഗരറ്റ് വലിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇത് ഇല്ലീഗലാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവനവൻ്റെ ആരോഗ്യം പോട്ടെ. പക്ഷെ താങ്കളുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീയും പാസീവ് സ്മോക്കറായി മാറുകയല്ലേ ചേട്ടൻ. ഉടനെ ആ കുട്ടി ഷീ ഗോട്ട് സോ എക്സൈറ്റഡ്. ഞാൻ പറയാറില്ലേ. ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങൾ ആരാണെന്ന് നോക്കാണ്ട്. ഇന്നലെ എൻ്റെ വീടിന് മുമ്പിൽ കൂടെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും സ്കൂട്ടർ ഓടിച്ച് പഠിക്കാൻ, 2 പേരും തലയിൽ ഹെൽമെറ്റ് ഇല്ല. ഞാൻ അവിടെ തന്നെ കാറ്റും തിരിച്ചു വന്നപ്പോൾ മോളെ പഠിക്കുന്നതൊക്കെ കൊള്ളാം. മനസ്സിൽ പറഞ്ഞ് എന്താണ് പഠിക്കുന്നതെന്ന് ദൈവത്തിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞു. ചെവിനിങ്ങനെ പുറകെ കൂടെ അള്ളി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ ഹെൽമെറ്റ് വേണം. ഇനി ഈ ആക്രാന്തത്തിനിടയിൽ വീണാലും തല രക്ഷിക്കണമല്ലോ. അപ്പം ഞാൻ അവിടെ തന്നെ നോക്കുമ്പോൾ അപ്പുറത്തെ ജംഗ്ഷനിൽ അവരുടെ ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട്. വേഗം ഹെൽമെറ്റ് എടുത്ത് ആ കുട്ടി വയ്ക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്വഭാവമാണ്. നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. നിയമങ്ങൾ പറഞ്ഞു കൊടുത്താൽ ചിലവർ അനുസരിക്കുന്നുണ്ട്, ചിലവരത് മൈൻഡ് ചെയ്യില്ല. അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി വരെയായ ഒരു വ്യക്തിത്വം, ഒരു എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട സീറ്റിലെ കൗൺസിലർ, ഇത്രയും
അറിയപ്പെടുന്ന പത്മജ എസ് മേനോൻ ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ടവരുടെ സ്ഥിതി എന്തായിരിക്കും? പാവപ്പെട്ട ഒരു കാര്യം വിടൂ. ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട്, ഇവർക്കെന്താ നേരത്തെ വായുണ്ടായിരുന്നില്ലേ പറയായിരുന്നു? ഇത്രയും കഴുത്തിന് ചുറ്റും നാക്കുള്ള എനിക്ക് ഇതാണ് നീതിയെങ്കിൽ ഈ സാധാരണ സ്ത്രീകൾക്ക് എവിടെ നിന്ന് നീതി കിട്ടാനാ? ഇപ്പൊ തന്നെ ആ കുട്ടി പറയുന്നില്ലേ, പോലീസുകാരെ ചോദിച്ചു തൊട്ടൊന്നുമില്ലല്ലോ. തൊട്ടാൽ മാത്രം തൊടുന്ന ഈ തൊലിപ്പുറത്തുള്ള മുറിവ് പെട്ടെന്ന് ഉണങ്ങും, പക്ഷെ മനസ്സിനെ ഏറ്റ ആഘാതം അത് അവിടെ തന്നെ കിടക്കും. അതാണ് നമുക്ക് രാത്രി നൈറ്റ് മെയർ ആയിട്ടും അല്ലെങ്കിൽ രാത്രി അസ്വസ്ഥമായിട്ട് ഉറക്കം വരാണ്ട് കിടക്കാൻ കാരണം നമ്മുടെ മനസ്സിലേറ്റ മുറിവുകളാണ്. പിന്നെ പലർക്കും പേടിയാണ്, ആർക്കെതിരെയാണ് കളിക്കുന്നത്. പലരും എന്നോട് പറഞ്ഞു, ഡിവൈഎഫ്ഐക്കാർക്കെതിരെ എന്തിനാ പത്മജ മിണ്ടാണ്ടിരുന്നാൽ പോരായിരുന്നോ? അത് തന്നെയായിരിക്കും അവർക്കും കിട്ടിയിരിക്കുന്ന ഒരു മറുപടി അവൻ്റെ മാതാപിതാക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ. ഇപ്പോൾ എല്ലാവരും ഒരു ശബ്ദമായിട്ട് വന്നപ്പോഴാണ് പലർക്കും വായ തുറന്ന് ഞങ്ങളെ അനുഭവിച്ച വേദന, വിഷമം തുറന്നു പറയാം. ചിലർ അത് വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, അവർ പോലും ഇപ്പോഴാണ് തുറന്നു പറയുന്നത്. ചിലർ അനുഭവിച്ചവരുണ്ട്, അവരും ഇപ്പോഴാണ് തുറന്നു പറയുന്നത്. എങ്ങനെയാണ് നീതി കിട്ടുന്നത്? ഇപ്പൊ ശ്രീ മുകേഷിനെയാണ് ഇത് അന്വേഷണ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് നീതിയാണ് അദ്ദേഹത്തിന്? കോഴിക്കോട്ടിനെ കുറുക്കനെ കാവലേൽപ്പിച്ച പോലെയാണ്. അതെ, എന്ത് നീതിയാണ് ഈ സഹോദരിമാര് പ്രതീക്ഷിക്കേണ്ടത് അവരുടെ അടുത്തുനിന്ന്? അതുപോലെ ഞാൻ ഇന്നലെ ഒരു ചർച്ച കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ചർച്ചയിൽ ഒരു അമ്മയുടെ സെക്രട്ടറി ആണോ വൈസ് പ്രസിഡന്റ് ആണെന്ന് അറിയില്ല, അദ്ദേഹം വന്ന് സംസാരിച്ചിട്ട് ഓഫായിട്ട് പോയി. അപ്പോൾ അവിടെ ഇരുന്നൊരു നടി പറഞ്ഞു, ആ ചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കണം. നമ്മൾ തമ്മിൽ ഒരു ബലാത്സംഗ സീൻ, അത് പക്ഷെ ഇവരുടെ കൈയൊക്കെ കാണിച്ചാൽ മതി, ഒരു മുണ്ടും ജാക്കറ്റുമാണ്, ഇവരുടെ ആദിവാസി സ്ത്രീയായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ലാത്തതാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഈ ക്യാമറയൊക്കെ ദൂരെയാണ്, കാട്ടിൻ്റെ ഉള്ളിലൊരു സ്ഥലത്ത് ആദിവാസി സ്ത്രീയായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എന്ന്, എനിക്ക് ഈ വേഷത്തിൽ നിന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ റേപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അവർ പറയും, ഞാൻ എന്ത് ചെയ്യാനാ, ഇത്രയും ദൂരെയാണ് ക്യാമറ, പേടിച്ച് വിറച്ചാണ്. ഒന്നും ചെയ്തില്ല, പക്ഷെ ആ കുട്ടി ആ സമയത്ത് അനുഭവിച്ച വേദനയോ വെപ്രാളോ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞത്, അങ്ങ് ദൂരെയാണ് ക്യാമറ ക്രൂ ഒക്കെ നിൽക്കുന്നത്. അതല്ലേ ഏറ്റവും വലിയ മാനസികമായ പീഡനം. അത് ആരോട് പറഞ്ഞാൽ ഇപ്പം പോലീസുകാരും പറഞ്ഞാൽ തൊട്ടില്ലല്ലോ എന്ന് പറയും, തൊട്ടൊന്നുമില്ല. പക്ഷെ ആ കുട്ടി പറയുന്നത് അന്ന് മുഴുവൻ അത് ഷൂട്ടിങ് കഴിയുന്നവരെ അത് അനുഭവിച്ച ടെൻഷൻ, അവരും ഇദ്ദേഹവും മാത്രമേ ആ സ്ഥലത്തുള്ളൂ, ബാക്കി എല്ലാവരും ദൂരെയാണ്. അതായത് നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ഇതാണെങ്കിൽ ഈ സിനിമാ നടികളൊക്കെ സ്ഥിതി എന്തായിരിക്കും? അതെ, എന്നിട്ട് അത് ആങ്കർ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ തിരിച്ച് ഫോണിൽ കണക്ട് ചെയ്യാൻ നോക്കട്ടെ, ശരിയാണോ എന്ന് നമ്മൾ ചോദിക്കാന്ന്. ബട്ട് ഹി നെവർ കെയിം ബാക്ക്. Maybe he also heard this conversation and he didn't attend the call. നമുക്ക് ഇതിലേക്ക് ഇത് എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ കേസിൽ എന്താണ് ചെയ്യാൻ? അല്ല, ഞാൻ I'll wait. ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ച, ഒരു വ്യാഴാഴ്ച. ജയകുമാറാണ് അവിടുത്തെ ACP അല്ലേ? ACP അല്ലേ നമ്മൾ കണ്ടത്, SHO. CSR അനീഷിനെയാണ് ആദ്യം കണ്ടത്. ഇന്ന് അദ്ദേഹത്തിനെ കണ്ടില്ല. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ പക്ഷെ അദ്ദേഹം ഉണ്ടായതില്ല. താഴെ ചോദിച്ചപ്പോൾ അദ്ദേഹം പോയി എന്ന് പറഞ്ഞു. I'll wait for 2 more days and I'll file ഒരു CMP. അതെ, ഞാൻ ഫയൽ ചെയ്യും. എനിക്ക് അതിനൊന്നും യാതൊരു തർക്കമില്ലാത്ത കാര്യം. അതായത് SHOന് കൊടുക്കുക, പോലീസ് കമ്മീഷണർക്ക് പെറ്റീഷൻ കൊടുക്കുക, അതിന്റെ റെസീറ്റ് മേടിക്കുക, നേരെ CMP ഫയൽ ചെയ്യുക. ഫയൽ ചെയ്താൽ കോടതി ഇടപെട്ട് അപ്പം തന്നെ FIR ഇട്ടേ പറ്റുള്ളൂ. അല്ല, മാത്രമല്ല ഞങ്ങൾക്ക് 30-ാം തീയതി കൗൺസിലുണ്ട്. വളരെ ശക്തമായി ഞാൻ പ്രതികരിക്കും, സംസാരിക്കും. മേയറെ കൊണ്ട് ഞാനൊരു ഉത്തരം മേടിപ്പിക്കും. ഹെൽത്ത് ഓഫീസർ ഈസ് ലയബിൾ ടു ആൻസർ. കോർപ്പറേഷൻ സെക്രട്ടറി കണ്ടപ്പോൾ മാഡം പറഞ്ഞത് അവർ അത് പൊളിച്ചു മാറ്റാനായിട്ട് ഓർഡർ ഇട്ടു. അപ്പോഴേക്കും ചെന്നപ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ അവർ തന്നെ പൊളിച്ചു മാറ്റിയിരുന്നല്ലോ. അപ്പോൾ ഫ്രം ഹെർ സൈഡ് ഷി ഹാസ് ഡൺ ഇറ്റ്, ബട്ട് ദ ഹെൽത്ത് ഓഫീസർ ഒന്നും ചെയ്തിട്ടില്ല. ഒട്ടും അവരുടെ താഴെയുള്ള ഓഫീസേഴ്സിനെതിരെ ഒരു തരത്തിലുള്ള മൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല. മേയർ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ റിട്ടേൺ ആയിട്ട് കൊടുത്തതാണ് ഇവർക്കൊക്കെ. അപ്പോൾ ഈ 30-ാം തീയതിത്തെ കൗൺസിലിനും ഞാൻ ശക്തമായിട്ട് മേയറെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്ന തന്നെയാണ് ഞാൻ തീരുമാനം. എനിക്ക് ഐ വോണ്ട് ആൻ ആൻസർ. ഇറ്റ്സ് എൻ ഇല്ലീഗൽ തിങ്. ആര് ചെയ്തെങ്കിലും, എന്തിനു വേണ്ടി ചെയ്തെങ്കിലും, ഓപ്പൺ ഗ്യാസ് ഒന്ന് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിലോ, എന്നിട്ടൊരു റീത്ത് കൊണ്ടുവച്ചാൽ മതിയോ? അപ്പം അത് നമ്മൾ ഒരിക്കലും സംഭവിക്കുക. അതും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡിവിഷനിലേക്ക് നടന്നിട്ട് ഒന്ന് മേയറിനെ വിളിച്ച് ചോദിച്ചിട്ടില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, അന്റാർട്ടിക്കയെന്ന് വെച്ച് ബാക്കി എല്ലായിടത്തും നിന്നും വിളിച്ചിട്ടുണ്ട്. പക്ഷെ മേയറിന് ഒരു സഹപ്രവർത്തകയ്ക്ക് സ്വന്തം പാർട്ടിയിലെ ആൾക്കാരിൽ നിന്ന് ഏറ്റ മാനസിക പീഡനത്തെക്കുറിച്ചും അവരുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് ലഭിച്ച ശാരീരിക പീഡനത്തിനെക്കുറിച്ചും വിളിച്ച് ചോദിക്കാൻ ഞങ്ങൾ പല പ്രാവശ്യം അടുത്തടുത്ത് കണ്ടു.
എന്നിട്ടും മേയറിന് അതിന് പറ്റിയിട്ടില്ലെങ്കിൽ അത് കാണിക്കുന്നത് യാതൊരു മനുഷ്യത്വം ഒരു വനിതാ കൗൺസിലർ കൂടിയാണ്. മനുഷ്യത്വമില്ല. ഇവര് പറയുന്ന വലിയ സോഷ്യലിസം അത് ഇതൊക്കെ, അത് എവിടെ? ഈ സോഷ്യലിസം എവിടെ? നിങ്ങളുടെ വനിതാ തീവ്രത അളക്കാനായിട്ട് ഇവര് കുറെ കമ്മീഷനൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചോട്ടോ ജി, ഈ ഓരോരുത്തരെ പറ്റിയും വരുമല്ലോ, ഇവരുടെ തന്നെ MLA MP കുറച്ച് സിനിമാ താരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തീവ്രത അളക്കാനൊരു കമ്മിറ്റി വെക്കട്ടെ ശ്രീമതി ടീച്ചറിന്റെ കെയർ ഓഫില് എന്ന് മനസ്സിൽ വിചാരിക്കും. ഇന്ന് അതിനെ ഒരു തമാശ കേട്ടു. കോൺഗ്രസിന്റെ MLAക്കെതിരെ പരാതി വന്നപ്പോൾ കേസെടുത്തില്ല, രാജിവെച്ചില്ലല്ലോ, അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണോ? ഇവരുടെ ഭരണം മോശമാകുമ്പോഴാണല്ലോ LDFന് ഭരണം കിട്ടുന്നത്. അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു പറയുന്ന വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നെ ആർക്കും വോട്ട് ചെയ്താൽ പോരെ? ഇന്ന് ഞാൻ കേട്ടതാണ് UDFന്റെ MLA രാജിവെച്ചില്ല, അപ്പൊ പിന്നെ എന്തിനാണ് മുകേഷ് രാജിവെക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? രണ്ടും സീലാണല്ലോ തുടങ്ങുന്നത്. കോൺഗ്രസ് ആണെങ്കിലും CO രണ്ടും കമ്പനി അല്ലേ? COയെ എന്തായാലും ഇതില് പോരാട്ടം ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഇതില് എറണാകുളം സിറ്റിയിൽ നടന്ന ഈ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യം പോലീസ് കേസ് എടുക്കുന്നതിനെതിരെ പോരാട്ടം നടത്തും. തീർച്ചയായിട്ടും നടത്തും. നന്ദി, നമസ്കാരം. നമസ്തേ.